തമ്മിലുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിനെ ആകെ ഉലയ്ക്കുമ്പോൾ പാശ്ചാത്യ സഖ്യത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതവും കടുത്തതുമായ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നയങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റീൻമേയർ രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ രംഗം വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വാഷിംഗ്ടണിന്റെയും ടെല്ലവീവിന്റെയും സംയുക്ത നീക്കങ്ങൾക്കെതിരെ ഒരു പ്രമുഖ യൂറോപ്യൻ ശക്തിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മൂർച്ചയേറിയ വിമർശനമായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധം പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു എന്നാണ് ജർമ്മൻ പ്രസിഡന്റ് തുറന്നടിക്കുന്നത്. ഇതൊരു അനാവശ്യ യുദ്ധമാണെന്നും രാഷ്ട്രീയമായി വൻ ദുരന്തം വിതയ്ക്കുന്ന ചരിത്രപരമായ അബദ്ധമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കാണിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. പാശ്ചാത്യ ശക്തികൾക്കിടയിലെ പരമ്പരാഗത കൂട്ടായ്മയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സ്റ്റീൻമേയറുടെ ഈ വമ്പൻ പ്രസ്താവനകൾ നയതന്ത്ര ലോകത്ത് വൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. നിലവിലെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് 2015 ഒപ്പുവെച്ച ചരിത്രപരമായ ഇറാൻ ആണവ കരാർ തകർത്തതാണെന്ന് സ്റ്റീൻമേയർ ചൂണ്ടിക്കാണിക്കുന്നു. ഒട്ടനവധി ചർച്ചകൾക്കൊടുവിൽ രൂപീകരിച്ച ഈ അന്താരാഷ്ട്ര കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയത് വാഷിംഗ്ടൺ ആണെന്നും ആ നയതന്ത്ര മണ്ടത്തരമാണ് ഇന്നത്തെ യുദ്ധാന്തരീക്ഷത്തിന് വഴിതൊരുക്കിയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കരാർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ മേഖലയിൽ സമാധാനം നിലനിർത്താനും ആണവ പ്രതിസന്ധി പരിഹരിക്കാനും കഴിയുമായിരുന്നു എന്ന ഉറച്ച നിലപാടിലാണ് ജർമ്മനി. വെറുമൊരു രാഷ്ട്രീയ വിയോജിപ്പിനപ്പുറം അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന സൈനിക നടപടികളുടെ നിയമസാധുതയെ പോലും ജർമ്മൻ പ്രസിഡന്റ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ അമേരിക്ക നിരത്തുന്ന ന്യായീകരണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ മുന്നിൽ ഒട്ടും നിലനിൽക്കുന്നതല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു പരമാധികാര രാജ്യത്തിനു മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വ്യക്തമായ അംഗീകാരമില്ലാതെ നടത്തുന്ന സൈനിക അധിനിവേശങ്ങൾ ആഗോള സുരക്ഷാ വ്യവസ്ഥിതിയെ തന്നെ അപകടത്തിലാക്കുമെന്നാണ് ജർമ്മനിയുടെ ഭയം. ഈ നയതന്ത്ര പ്രതിസന്ധി ജർമ്മൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസും സമാനമായ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ. ഇറാൻ നേതൃത്വത്തിന് മുന്നിൽ അമേരിക്കൻ ഭരണം ദയനീയമായി അപമാനിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ചാൻസലർ മെർസ് സ്വകാര്യ ചർച്ചകളിൽ അഭിപ്രായപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ജർമ്മനിയുടെ തലപ്പത്തുള്ള ഇരു നേതാക്കളും ഒരേപോലെ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നത് വാഷിംഗ്ടണിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാശ്ചാത്യ ബ്ലോക്കിനുള്ളിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഐക്യത്തിനു മേൽ വീണ വലിയൊരു പ്രഹരമായാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ കാണപ്പെടുന്നത്. നാറ്റോ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിലൊന്നായ ജർമ്മനി അമേരിക്കയുടെ യുദ്ധനയങ്ങളെ പരസ്യമായി വിമർശിക്കുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒരൊറ്റ മനസ്സോടെയല്ല അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ പുറത്തു വരികയാണ്. സാമ്പത്തികവും തന്ത്രപരവുമായ പല താല്പര്യങ്ങളും ജർമ്മനിയുടെ ഈ കടുത്ത നിലപാടിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാനുമായി നല്ലൊരു നയതന്ത്ര വ്യാപാര ബന്ധം പുലർത്താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന രാജ്യമാണ് ജർമ്മനി. അമേരിക്കൻ ഉപരോധങ്ങളും തുടർന്നുണ്ടായ യുദ്ധവും യൂറോപ്പിലേക്കുള്ള ഊർജ വിതരണത്തെയും സാമ്പത്തിക ഭദ്രതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് അമേരിക്കയുടെ എല്ലാ യുദ്ധങ്ങൾക്കും കൈയടിക്കാൻ ഇനി തങ്ങളെ കിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ജർമ്മനി നൽകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളവും ജർമ്മനിയുടെ ഈ മാറ്റം വലിയൊരു തിരിച്ചടിയാണ്. യൂറോപ്പിൽ ഇസ്രയേലിന്റെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ ഒന്നായിരുന്നു എക്കാലത്തും ജർമ്മനി. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇസ്രയേൽ കാട്ടുന്ന അമിതമായ ആവേശം മേഖലയെ വൻ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് ജർമ്മനി ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ചരിത്രപരമായ സൗഹൃദങ്ങൾക്കപ്പുറം യുദ്ധത്തിനെതിരെ ശക്തമായി സംസാരിക്കാൻ സ്റ്റീൻമേയർ തയ്യാറായത്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും ഈ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ വിദേശ നയങ്ങളും സഖ്യകക്ഷികളെ പരിഗണിക്കാത്ത രീതിയും യൂറോപ്യൻ നേതാക്കൾക്കിടയിൽ തന്നെ നേരത്തെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് വെച്ച് ജർമ്മനി പരസ്യമായി വഴിപിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ആഗോള മേധാവിത്വത്തിൽ നിൽക്കുന്ന വലിയൊരു നയതന്ത്ര പ്രഹരമാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ചാനലുകളെയും അപ്പാടെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന സൈനിക നീക്കങ്ങൾ
ഒടുവിൽ അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും ജർമ്മൻ നേതാക്കളുടെ വാക്കുകളിലുണ്ട്. ഇറാഖ്, ലിബിയ യുദ്ധങ്ങളുടെ ഭൂതകാല അനുഭവങ്ങൾ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിലുണ്ട്. അത്തരം അബദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ആവർത്തിക്കുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് ജർമ്മനി ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ജർമ്മനിയുടെ ഈ തുറന്നു പറച്ചിൽ ഇറാൻ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര വിജയമാണ് സമ്മാനിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തന്നെ യുദ്ധത്തെ ചൊല്ലി വലിയ ഭിന്നതയുണ്ടെന്ന വസ്തുത ഇറാന്റെ പ്രതിരോധ വീര്യത്തിന് ആക്കം കൂട്ടും. തങ്ങൾക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന ജർമ്മനിയുടെ പ്രസ്താവന ആഗോള വേദികളിൽ ആയുധമാക്കാൻ ഇറാന് കഴിയും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ ചൊല്ലി വാഷിംഗ്ടണും ബെർലിനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കടുത്ത തണുപ്പൻ അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. ജർമ്മൻ പ്രസിഡന്റിന്റെ കടുത്ത വിമർശനങ്ങളോട് വൈറ്റ് ഹൗസും പെന്റഗണും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയെ അന്വയിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുമോ അതോ ജർമ്മനിക്കെതിരെ നയതന്ത്ര സമ്മർദ്ദങ്ങൾ ചെലുത്തുമോ എന്നത് കണ്ടറിയണം. യൂറോപ്പിലെ മറ്റു പ്രമുഖ ശക്തികളായ ഫ്രാൻസും ബ്രിട്ടനും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. ജർമ്മനി പരസ്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സമാനമായ ചിന്താഗതിയുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധവിരുദ്ധ നിലപാടുകളിലേക്ക് നീങ്ങാൻ സാധ്യത ഏറെയാണ്. ഇത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സഖ്യത്തിന് വലിയൊരു നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കും. ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റീൻമേയറുടെ ഈ വമ്പൻ പ്രസ്താവന കേവലം ഒരു വിമർശനം മാത്രമല്ല, മറിച്ച് മാറുന്ന ആഗോള രാഷ്ട്രീയ ക്രമത്തിന്റെ സൂചനയാണ്. അമേരിക്കയുടെ എല്ലാ സൈനിക തീരുമാനങ്ങളെയും അന്ധമായി പിന്തുണയ്ക്കുന്ന കാലം കഴിഞ്ഞുവെന്ന് യൂറോപ്പ് വ്യക്തമാക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കനലുകൾ ആഗോള രാഷ്ട്രീയ സഖ്യങ്ങളെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ തെളിയിക്കും.